ഇന്ന് നല്ലൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി ചെറിയൊരു പൈനാപ്പിൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 250 ml കപ്പിൻ്റെ അളവിന് 2.5 കപ്പാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾ മുങ്ങി നിൽക്കേണ്ട പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയം ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ ഈ പച്ചമുളകൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1.5 കപ്പ് നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ച് ഇതിൻ്റെ കട്ടിയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഒരുപാട് സമയം മിക്സിയിലിട്ട് അടിച്ച് മോര് പോലെ ആക്കരുത്. അപ്പോൾ തൈര് ഞാനിവിടെ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു തവണ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം കറി നല്ല തിക്കായിട്ടാണുള്ളത്. അതുകൊണ്ട് ഗ്രേവിക്ക് വേണ്ടി 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കറി ഒത്തിരി അങ്ങ് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി തൈരും കൂടി ചേർക്കാനുള്ളതാണ്. പിന്നെ ഈ സമയത്ത് ഇതിൽ ഉപ്പ് എരിവൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ശർക്കരയ്ക്ക് പകരമായിട്ട് 1 സ്പൂൺ പഞ്ചസാര ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി ഒന്ന് തിളക്കാൻ വെക്കാം. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഈ കറിയുടെ ചൂട് കൊണ്ട് തൈര് പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ തൈര് ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. കറി ഇപ്പോൾ നല്ലപോലെ ചൂടായി നല്ല കറക്റ്റ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഈ കറി തണുത്ത് വരുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കുറുകി വരും. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.